15 മിനിറ്റ് എടുക്കും. അവിടെ ഇരിക്കട്ടെ. പിന്നെ ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, സമയം തിരുവനന്തപുരത്തിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അല്പസമയം ഈ മൈക്കിന്റെ ശബ്ദം വരുകയായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോൾ ആയിരിക്കുന്നതിലും കുറച്ചുകൂടി നല്ലവരാണ് എല്ലാവരും. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങൾ അനുദിനം ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവരായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പോ അങ്ങനെയാകണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: പഴയ മനുഷ്യൻ മാറി അവനൊരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു മനുഷ്യന് സ്വയമായിട്ടൊരു പുതിയ സൃഷ്ടിയാകുവാൻ സാധ്യമല്ല, കഴിയുകയില്ല. അതിന് ദൈവത്തിന്റെ സഹായം മനുഷ്യന് അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത്. മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് സുവിശേഷമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുദ്ധ അതെന്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. മനുഷ്യനൊക്കെയും ദൈവത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. കാരണം ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് അവന് തിരിച്ച് അറിയാൻ കണക്കുകൂടി വയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനെ എപ്പോൾ ജീവൻ വിളിക്കുന്നു എന്ന് പറയുവാനോ ഒന്നും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ആയതിനാലാണ് നമുക്ക് വേണ്ടിയും നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശു വീണ്ടും വരും. ആ വീണ്ടും നമ്മളെ യേശുവിനോട് കൂടെ എടുക്കപ്പെടേണ്ടവർ. അങ്ങനെ എടുക്കപ്പെടാതെ ഇരിക്കുന്ന മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആത്മാവിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവരുടെ ചെയ്യുക. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വളരെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വാക്യം. മനുഷ്യൻ എപ്പോഴും ജീവിക്കുകയും അറിയുകയും മുറുകെ പിടിക്കുകയും വളരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായ കാര്യം. അതാണ് ഗലാത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരൊക്കെയും യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ യേശുവിനെ ഒരു വസ്ത്രം പോലെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. യേശുവിനെ നാമത്തിൽ സ്നാനമേറ്റ മനുഷ്യർ യേശുവിനെ ഒരു വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ വസ്ത്രമില്ലാത്ത അവസ്ഥയിലല്ല, വസ്ത്രമുള്ളവരായിട്ട് തന്നെയാണ് നാം ഈ ലോകത്തായിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ വസ്ത്രമായി ധരിക്കുന്ന അവരാരായിരിക്കും, അവർ എത്ര ശ്രേഷ്ഠരായിരിക്കും
അവരെത്ര മാന്യമുള്ളവരായിരിക്കും, അവരെത്ര യോഗ്യന്മാരായിരിക്കും, എത്ര യോഗ്യത ഉള്ളവരായിരിക്കും. അതാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായ പദവി. ആ പദവി ഏറ്റവും ഉന്നതമാണ്. അത് ദൈവം നൽകിയതുമാണ്. എന്നാൽ അപ്പോഴായ പൗലോസ്ലീഹ ഇപ്രകാരം എഴുതുവാനും ഗലാത്യസഭയോട് പറയുവാനുമുള്ള കാരണം എന്തേ എന്ന ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ അനുമാനിക്കാം എന്നല്ല. അങ്ങനെ യേശുവിനെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവർ ആ വസ്ത്രത്തിൽ കറവെക്കാതെ പൊടിപെട്ടാതെ അവർ സൂക്ഷിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്തിൽ മറ്റ് ഡിസൈനുകളൊന്നും പാടില്ല. മറ്റ് ഡിസൈൻ ആ വസ്ത്രത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് മാത്രമല്ല, മാനവരാശിയുടെ മുഴുവൻ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയും നാം ഓരോ ദിവസവും ദൈവത്തിലേക്ക് അടുത്തതിന് ചെല്ലേണ്ടതിന് പകരം ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും ഒടുവിൽ അവർ ലോക മനുഷ്യരുമായി തീരുന്നതിനെ പറ്റിയാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഉപദേശമാണ് തിരുവചനം നൽകുന്നത്. ആ തിരുവചന പ്രകാരം നാം ജീവിച്ച് ഈ ലോകത്ത് നമ്മളെ ജീവിതം ഒഴിയാളുള്ളതെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടം മാത്രം. അത് വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും പിണക്കങ്ങളും വഴക്കുകളും പരദൂഷണങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ദൈവത്തിന്റെ രാജ്യമല്ലെങ്കിൽ സ്വർഗരാജ്യം അപ്രകാരമുള്ളതല്ല. ഇവിടുത്തെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അത് ഈ അവസ്ഥയാണ്. എന്നാൽ പരിപാലിക്കുന്ന ദൈവത്തോടു കൂടെയുള്ള വാസമോ അതിന് അവസാനമില്ല. ആ അവസാനമില്ലാത്ത വാസം നാം ദൈവത്തോടു കൂടെ ആയിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം എത്തപ്പെടണമെങ്കിൽ ഈ വസ്ത്രത്തിൽ ഡിസൈനുകളൊന്നും വരുവാൻ പാടില്ല. ആ വസ്ത്രം ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും യോഗ്യവുമാണ്. അതിൽ മറ്റുള്ള ഡിസൈനുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്കുകയും അങ്ങനെ അതിലേക്കാൾ ശ്രദ്ധ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായി തീരുകയും നിത്യമായ നാശത്തിലേക്ക് നമ്മൾ പതിക്കുന്നവരുമായി തീരും. അതിനാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നാനമേറ്റവരൊക്കെയും യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം വ്യക്തിക്ക്. അത് ആർക്ക് വേണമെങ്കിലും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ വസ്ത്രത്തിൽ കറ തോന്നും പൊടിയൊന്നും വിഷയങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആ വ്യക്തിക്ക് തീർച്ചയായും പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 19-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കാണുവാൻ കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് മാത്രമേ യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് ജാതി മത ഭേദങ്ങളൊന്നുമില്ല. സകല മനുഷ്യരും ദൈവത്തിന്റെ സന്തതികൾ തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ജാതിയും മതവുമൊക്കെ ദൈവം സൃഷ്ടിച്ചതൊന്നുമല്ല. അതൊക്കെ പിന്നീട് മനുഷ്യൻ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യ ഹിന്ദുരാജ്യം എന്ന് ഉറക്കെ പ്രസ്താവിക്കുന്ന അനേകരുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ BC 1500-നും 2500-നും മധ്യത്തിൽ നടന്നൊരു കാര്യമാണത്. സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംസ്കാരമാണത്. കാരണം ഇവിടെ ആദ്യമുണ്ടായിരുന്ന ജനം ദ്രാവിഡരായിരുന്നു, കറുത്ത വർഗക്കാരായിരുന്നു. എന്നാൽ ആര്യന്മാരുടെ വരവോടുകൂടി ഈ കറുത്ത വർഗക്കാർ ഇവിടെ ഉണ്ടാക്കിയ
സകല സമ്പത്തും അവരെ കൈവശപ്പെടുത്തുകയും അവരെ പിന്നെയും മലകളുടെ മുകളിലേക്കും വനങ്ങളിലേക്കും കൃഷി ചെയ്യുവാൻ യോഗ്യമല്ലാത്ത പ്രദേശത്തേക്കും ഇവരെ ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ മാറിപ്പോയി. അതാണ് ഈ മധുസൂദനൻ നായർ സാറെന്ന് പറയുന്ന ആ കവി എഴുതിയിരിക്കുന്ന ആറാമത്തെ കവിതയിൽ ആ മനുഷ്യന്റെ അവനാരായിരുന്നു എന്നും ആ സംസ്കാരം എന്തായിരുന്നു എന്നും അങ്ങനെ എന്നും ഈ കർഷകവർഗക്കാരൻ ഈ കൃഷി ചെയ്യുന്നവൻ അവരുടെ അവസ്ഥ എന്താണെന്നും ഈ നാരായണ എന്ന് പറയുന്ന ആ കവിത വായിക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹപ്രകാരം തന്നെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ആ കവിത വായിക്കുമ്പോൾ അത് യഥാർത്ഥമായും തിരിച്ചറിയുവാൻ കഴിയും. വാക്കുകൾ മുളയ്ക്കാത്ത കുഞ്ഞുങ്ങളും വർണ്ണങ്ങൾ വറ്റുമുണ്ടാകെ വിഭ്രമച്ചുകയും അല്ലെങ്കിൽ കാർബണിൽ വീഴുമ്പോഴാശ്രയം ആയിരത്തോടുക്കം ചെയ്യുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ കരസ്ഥമണിനെ നല്ല ഭക്തിയുള്ളതും വിളവി യോഗ്യമാക്കിയെടുത്തതുമായ കറുത്ത മനുഷ്യരെ ആര്യന്മാരുടെ വരവോടുകൂടി അവരെ എല്ലാവരെയും അവരെ ശക്തി ചെയ്യിപ്പിച്ച് അവരുടെ ശക്തി കുറവായും ഇരുന്നു. അവർ ആരെയും പ്രതികൂലിച്ച് ജീവിക്കുന്നവരല്ലായിരുന്നു. അവർ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ ജാതിയും മതവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. സിന്ധു നദിയിൽ കട സംസ്കാരം എന്ന് പറയുന്നത് 1500 2000 മധ്യത്തിലുള്ള കാലയളവിൽ ഈ ദ്രാവിഡരും ആര്യന്മാരും തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുകയും അവർ ബന്ധപ്പെടുകയും ചെയ്ത അതാണ് ഈ സങ്കരയിലും സംസ്കാരം, സിന്ധു നദി കട സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം പിന്നെ എപ്രകാരമൊക്കെ ആയി തീർന്നു എന്നുള്ളത് പിന്നെയും ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതാണ് ഇവിടെ മതം ഒക്കെയും മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് മാത്രമാണ്. ആ മനുഷ്യൻ വിഭിന്നമായ ശ്വാസരീതികളിലും ചിന്തകളിലും കൂടിയും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിനെ അവർക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് സ്നാനമേൽക്കുന്ന ഏതൊരു മനുഷ്യന്റെ മേലും പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കും, ബലപ്പെടുത്തും, അവർ നല്ലവണ്ണങ്ങളിൽ കൂടി നടത്തും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ അനുഭവിച്ചറിയും. അതുപോലെ തന്നെ മനുഷ്യൻ യാത്ര ചെയ്യരുതാത്ത വഴികളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെ പരിശുദ്ധാത്മാവ് വെളിച്ചത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചേരുന്നതുവരെയും അവനെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഈ ലോകമെന്ന് മനുഷ്യനെ ആകർഷിച്ച് അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവിനെ വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു മനുഷ്യനോ ഒരിക്കലും യേശുവിനെ കർത്താവിനെ വിളിക്കുവാൻ കഴിയുകയില്ല എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ പോസ്റ്റലായ പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പത്രോസ് പറയുന്നതും. പത്രോസ് വായിക്കുന്നതിൽ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളായിരുന്നു. എന്നാൽ സാമാന്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് തിരുവനന്തപുരം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം സ്വന്തമായിട്ടൊരു പഠനം വലയുമൊക്കെ ഉണ്ടാകണമെങ്കിൽ അല്പസ്വല്പം സമ്പത്തൊക്കെ വേണം. എന്നാൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലായിരുന്നു എങ്കിലും യേശുവിന്റെ ശിഷ്യനായി യേശുവിനോടുകൂടി നടക്കുകയും യേശുവിന്റെ പ്രവൃത്തികളെ കാണുകയും ഒക്കെ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു സമ്പത്തായിരുന്നു, ഒരു അനുഭവമായിരുന്നു. എന്നാൽ യേശുവോ ക്രൂശിക്കപ്പെട്ട് നമ്മുടെയൊക്കെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ശിഷ്യന്മാർക്ക് അവർ പറയുകയും ചെയ്തു, നിങ്ങൾ എന്റെ സാക്ഷികളാകുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും സമയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുമെന്ന്. അങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടായിരിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാഹസികന്മാരായിരുന്നു അപ്പോസ്തലന്മാർ. അവർ ചക്രവർത്തിമാരുടെ മുൻപിലും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ മുൻപിൽ നിന്നുകൊണ്ട് യേശു തന്നെയാണ് കർത്താവെന്നും അവരെ പറഞ്ഞു.
അതല്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ ഏത് വകയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും, നിങ്ങൾ എത്ര അറിവുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങളെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്നു. കാരണം അവരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്നുള്ള ആ കാര്യം അപ്പോസ്തലന്മാർ അന്ന് ബോധ്യപ്പെടുത്തി. പത്രോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യെരൂശലേമിൽ നിന്ന് കൊഴുമ്പ് വരെ 3000 കിലോമീറ്ററിലധികമുണ്ട്. ഇവിടെയും ആ ദൂരവും കാൽനടയായി നടന്നു തന്നെ ചെന്ന് യേശുക്രിസ്തു തന്നെയാണ് രക്ഷകനെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുവാൻ ഇടയായിത്തീർന്നു. ഒടുവിൽ അദ്ദേഹം രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശു കർത്താവെന്ന് വരുമ്പോൾ യേശുവിൽ ജീവിക്കുന്നതായ സ്വർഗീയ ഭൂമിയിൽ ആ രാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിന് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തെ നാം തട്ടിക്കളഞ്ഞാൽ മതങ്ങളുടെ പേരിലാണെങ്കിലും ഏത് പേരിലും ആ അനുഭവത്തെ, ആ നല്ല അനുഗ്രഹത്തെ നാം ഉപേക്ഷിച്ചു കളഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഏറ്റവും ശോഭനീയമായിരിക്കുമെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2-ാം ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഇപ്പോൾ കാണുന്ന ആകാശവും ഭൂമിയും തീക്കായി പൊട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നും മൂലപദാർത്ഥങ്ങൾ കത്തിയരിയുമെന്നും തിരുവചനം പറയുന്നത് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനും അതുപോലെ തന്നെ പലസ്തീനിലും ഗസയിലും ഒക്കെ ഇപ്പോൾ ആ അപ്പോസ്തലൻ പറഞ്ഞതായ അത് കത്തി അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്ഷയുടെ വിവിധ സ്ഥലങ്ങളിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യെരൂശലേമിനെ പറ്റി പറയുന്നത് യെരൂശലേം ഭാരമുള്ള ഒരു കല്ലാക്കി വെച്ചിരിക്കുകയാണ് ദൈവം. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യെരൂശലേമിന്റെ ചുറ്റുമാണ് യുദ്ധം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സുവിശേഷം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ യെരൂശലേമിലായിരുന്ന സ്ത്രീകളും കുട്ടികളെയൊക്കെയും വിലപിച്ചപ്പോൾ യേശു പറഞ്ഞത്, സ്ത്രീകളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തല്ല വിലപിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ഓർത്ത് നിങ്ങൾ വിലപിക്കുക എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. യേശു കർത്താവിന്റെ പ്രവചനം നിറവേറുകയല്ലേ ഇവിടെ? കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇന്ന് കാലത്തെയും ഏറ്റവും മുഴുവൻ മരിച്ചു വീഴുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. അവിടെ പിന്നെയും പറയുന്നുണ്ട്, മറ്റുകളും മുളകുടിപ്പിക്കുവാൻ കഴിയാത്ത സ്ത്രീകളും മാത്രമാണെന്ന് അവർ സന്തോഷിക്കുന്നത്. കാരണം അവർക്ക് മക്കളുണ്ടായിരുന്നുവെങ്കിൽ അവരും വേദനിച്ചേനും കരഞ്ഞേനും വിഷയവും ബോധങ്ങളും എപ്പോഴാണ് അവിടെ വീഴുന്നതെന്ന്, അവരുടെ ജീവിതം അപഹരിക്കുന്നതെന്ന് ആർക്കും മറന്നുകൂടാത്ത അവസ്ഥയാണെങ്കിൽ അത് യേശു കർത്താവ് പ്രവചിച്ച പ്രവചനം ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് മതപരിവർത്തനമല്ല. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കുവാനല്ല. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ മനുഷ്യന്റെ ആത്മാവ് നശിച്ചു പോകരുത്. ഈ ലോകം ഏറ്റവും വിലയുള്ള ഒന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില. അത് നശിച്ചു പോകുവാൻ പാടില്ല. അതിനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആയതിനാൽ നമ്മുടെ ഈ അല്പകാലത്തെ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി സ്വന്തം ജീവനെ ക്രൂശിൽ കണ്ട കള്ളന്മാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ദാനമായി തന്ന മനുഷ്യടക്കപ്പെട്ട് 3-ാം നാൾ ഉയർച്ചയിലേക്ക് സ്വർഗത്തിലേക്ക് പോയ യേശു കർത്താവ് വീണ്ടും വരും. ആ വരവ് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകവാനാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. ആ കർത്താവ് അല്ലാതെ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനത്തോടെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് കേട്ട സകലരുടെയും ഹൃദയങ്ങളെ ശോധന ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഇല്ല ഇന്ന് രണ്ടിനും ഞാൻ രാവിലെ കിടങ്ങൂരായിരുന്നു. അതെ എൻ്റെ സെറ്റ് ഇത്രയല്ല, എനിക്ക് വലിയ സെറ്റുണ്ട്. ഇത് കറണ്ടാ. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഇത് എപ്പം പോയാലും അങ്ങനെ കളയാനേ പറ്റും. എൻ്റെ പേര് ജെപി. രവി. രവി. ഞാൻ 22ാമത്തെ വർഷമായി തുടങ്ങിയിട്ട്. കാസർഗോഡ് മുതൽ ഇതാകുമ്പോഴേ എനിക്ക് എവിടെ വേണേലും കയറി കൊണ്ടുവരണം. ഭയങ്കര 10-15 കിലോ ഉണ്ട് റേഞ്ചിന്. കഴിഞ്ഞു 5 തുടങ്ങുമല്ലോ. പിന്നെ ഓക്കെ അങ്ങനെ എടുത്തോ. നമുക്കൊരു തണുപ്പുണ്ടാവും, അറിയാം. ഹലോ, നമ്മളൊരു താമസിക്കാൻ തുടങ്ങിയല്ലേ? ഇല്ല കണി ഞങ്ങൾക്ക് ചില കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലർക്ക് തുടങ്ങും പെട്ടെന്ന് നടക്കും. മോനാ പെട്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാശ് പിടുങ്ങാനായിട്ട് നടക്കുന്നു. അപ്പോൾ വല്ല കാലത്തും എങ്ങാനും ഒരു ടിക്കറ്റ് എടുക്കാൻ പോയി. എന്നാൽ നമ്മളൊരു വരുമാനം ഇല്ലാത്ത ആളാണ്, ഒരു വരുമാനവും ഇല്ല. പിള്ളേർ പട്ടണം തരുന്നതിനോട് കൂടെ അവരോട് പറയുക എനിക്ക് ഇന്നതിനൊക്കെ സ്ഥലത്തോടെയൊക്കെ പോകാനുള്ളതാണ്, എനിക്ക് കാശ് തരണം. അവരെഴുതും തരാൻ അവരുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തരും കേട്ടോ, തരും. പിള്ളേരെ കെട്ടിച്ചു വിട്ടാരോട് കാശൊക്കെ ചോദിക്കാന്ന് പറയുന്നത് ശരിയാണ് അല്ല. അതിപ്പോൾ അങ്ങനെ ഒത്തിരി വലിയ ശമ്പളമൊന്നും ഉള്ളവരൊന്നും അല്ല. വീടുമൊക്കെ പണവുമൊക്കെ അവർ ഹോട്ടലിലൊക്കെ നിൽക്കുന്നവർ. അതൊക്കെ